കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നുവെന്ന് അട്ടപ്പാടിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച കുട്ടികളുടെ അമ്മ ദേവി. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് കുട്ടികളുടെ അമ്മ പറയുന്നു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് പണി തീരാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജ്നേഷും ഇന്നലെ മരിച്ചത്. ഇന്നലെയുണ്ടായ ദുരനുഭവം നിറകണ്ണുകളോടെ പങ്കുവെക്കുകയാണ് കുട്ടികളുടെ അമ്മ ദേവി. വീടിന്റെ ചുമര് പൊട്ടിട്ട് ഭിത്തി അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു, മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട്. പല തവണ ബന്ധപ്പെട്ടിട്ടും വാഹനം വരാത്തതിനാലാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. അത്യന്തം ദുഃഖകരമായിരുന്നുവെന്നും ITDCക്ക് ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതായിരുന്നുവെന്നും മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ പ്രതികരിച്ചു. ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട് കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. സംഭവത്തിൽ മെമ്പറുടെ പ്രതികരണം ഇങ്ങനെ: ഇന്നലെ സൈലന്റ് വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ ഒരു ഭാഗത്തായിരുന്നു, അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് കരുവാര ഉന്നതി. ഇവിടെ 8 വർഷമായി പണി പാതിയായി കിടക്കുന്ന വീടാണ് ഇടിഞ്ഞു വീണത്. അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദിയും അജ്നേഷും ബന്ധുവായ അഭിനയയും ഇവിടെ കളിക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. അഭിനയ പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിലേത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിദരിദ്രർ ഇല്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും VD സതീശൻ പറഞ്ഞു. നമുക്കറിയാലോ, ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി, കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ച ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ?